റംസാൻ മാസത്തിലെ ഒരു സ്പെഷ്യൽ നോമ്പുതറ വിഭവം ഉണ്ടാക്കുവാണ്. ചക്ക നിറച്ചതും ചിക്കൻ കിളിക്കൂടും. അത് ഒന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, തേങ്ങാപ്പീര്, മുന്തിരിങ്ങ, രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചത്, ഈന്തപ്പഴം, ഗോൾഡൻ ബ്രൗൺ വരെ വറുത്ത്, തേൻ, മൈദ മാവ് എടുത്തിട്ട് ചാലിച്ച് ഒരു മുട്ടയുടെ വെള്ള മാത്രം ചേർക്കണം. ഇതിൻ്റെ പഴുത്ത വരിക്കച്ചക്കയാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഇത് ഫില്ലിങ് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. ഇതാണ് എൻ്റെ ചക്ക നിറച്ചത്. ഇന്ന് ഞാൻ അടുത്ത വിഭവം ഉണ്ടാക്കുന്നത് ചിക്കൻ കിളിക്കൂടാണ്. ഒരു 5 പീസ് ചിക്കൻ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് മുളക് പൊടി, കുരുമുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ നോക്കാം. 50 ഗ്രാം ബട്ടർ ഇടണേ. ബട്ടർ മെൽറ്റായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത മണം വരുമ്പോൾ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ഇതിലിടുക. ഒരു 2 സവോള കട്ട് ചെയ്ത് ഉള്ളി വഴണ്ടുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ വെന്തോ നോക്കി ചിക്കൻ വെന്തു അതൊന്ന് തണുക്കാൻ വയ്ക്കണം. ബീൻസ് നോക്കി വെച്ചത്, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ക്യാരറ്റ് ഇടുക, 2 സ്പൂൺ മൈദ. അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് 1 കപ്പ് പൊടിച്ചത് ഇതിൽ ചേർക്കുക. ക്യാപ്സിക്കം 1 കപ്പ്, മല്ലിയില 1 കൈപ്പിടി, 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർക്കണമെങ്കിൽ. ചിക്കനിട്ട് വെള്ളം പറ്റി നല്ലതുപോലെ നമ്മൾ ബോളാവുന്നിടം വരെ വെള്ളം പറ്റി. രണ്ട് മുട്ട എടുത്ത് ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് എളുപ്പം ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. പെട്ടെന്ന് നമുക്ക് നോമ്പിൽ പിള്ളേർക്ക് പല ഓരോ വെറൈറ്റി വിഭവങ്ങൾ വേണമല്ലോ. ഇനിയിപ്പം നമുക്ക് എണ്ണ ചൂടായി, ഇപ്പം എണ്ണയ്ക്കകത്തിട്ട് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും റംദാൻ ആശംസകളും ഈദ് ആശംസകളും.